നമസ്കാരം. പശ്ചിമബംഗാൾ ഫാൽത്ത നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണവും പ്രേക്ഷകർക്ക് അറിയാം. തത്വമയി ന്യൂസ് തന്നെ ആ വിവരങ്ങൾ പ്രേക്ഷകരുമായി തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പങ്കുവച്ചിരുന്നതാണ്. എന്നാലും ഒന്ന് ആവർത്തിക്കാം. അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിയായിരുന്ന എന്ന് വേണം പറയാൻ. കാരണം അയാൾ ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിൽ നിന്ന്. അതിലേക്കും വരാം. പക്ഷേ മുൻപ് സ്ഥാനാർത്ഥിയായിരുന്ന ജഹാംഗീർ ഖാൻ്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ പല ബൂത്തുകളിലും വോട്ടിംഗ് മെഷീന് മേൽ സെലോട്ടെ ഒട്ടിച്ച് BJPയുടെ ചിഹ്നം മറച്ചും ആ BJPയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി അതിൽ വിരളമർത്തുന്നവരെ കണ്ടുപിടിക്കും എന്നുള്ള ഭീഷണി മുഴക്കിയും എല്ലാം വോട്ടർമാരെ ഭയപ്പെടുത്തിയിരുന്നു. നിരവധി തവണ 2 തവണ അവിടെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു വീണ്ടും പ്രത്യേകമായി തന്നെ ഈ തിരഞ്ഞെടുപ്പ് നടത്താമെന്ന്. ഒടുവിൽ അങ്ങനെ തന്നെ ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രക്രിയകൾ ആരംഭിച്ചിരിക്കുന്നു. 9 മണിക്ക് തന്നെ കൃത്യമായി ആരംഭിച്ചു. ഇതുവരെ ശാന്തമാണ് സ്ഥിതിഗതികൾ. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഗുണ്ടായിസം എന്തായാലും ഫാൽത്തയിൽ നടക്കില്ല എന്ന് ജഹാംഗീർ ഖാൻ ഉറപ്പായി. ഈ ജഹാംഗീർ ഖാൻ ആരായിരുന്നു എന്ന് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പ്രത്യേകമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. എന്നാലും പുതിയതായി ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഹ്രസ്വമായി പറയുകയാണ്. ഈ ജഹാംഗീർ ഖാൻ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ട അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്ന ഷെയ്ഖ് ഷാജഹാൻ എന്ന ഗുണ്ടയുടെ കീഴിൽ പണി പഠിച്ച് ഉയർന്നു വന്ന ഒരു ക്രിമിനലാണ്. ഷെയ്ഖ് ഷാജഹാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സന്ദേശ് ഖലി പോലുള്ള പ്രദേശങ്ങളിൽ ഹിന്ദു യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് തൻ്റെ അവകാശമാണെന്നുള്ള തരത്തിൽ ഒരു ക്രിമിനൽ സാമ്രാജ്യം വെച്ച് നടത്തിയിരുന്ന ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ ആ പ്രദേശത്ത് വെച്ച് നടത്തിയിരുന്ന അതിന് കൃത്യമായി മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെയും ആശീർവാദം നേടി തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു ക്രിമിനലായിരുന്നു ഷെയ്ഖ് ഷാജഹാൻ. സന്ദേശ് ഖലിയിൽ നിന്ന് ഒടുവിൽ രേഖാ ബത്ര എന്ന യുവതി ധീരതയോടെ മുന്നോട്ട് വന്ന് പോലീസിന് മൊഴി നൽകി ശക്തമായ സമ്മർദ്ദം പശ്ചിമ ബംഗാൾ പോലീസിന് മേൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും ഹൈക്കോടതിയും ചെലുത്തിയതിനു ശേഷം അറസ്റ്റിലായ ഷെയ്ഖ് ഷാജഹാൻ്റെ പിൻഗാമിയായി ഫാൽത്തയിൽ വാണിരുന്ന ഒരു ഗുണ്ടയായിരുന്നു, ഒരു ജിഹാദിയായിരുന്നു ഈ ജഹാംഗീർ ഖാൻ. ഇപ്പോൾ ജിഹാദിയാണോ ഗുണ്ടയാണോ എന്ന് ചോദിച്ചാൽ തൽക്കാലം ആ ജിഹാദിസവും ഗുണ്ടായിസവും എല്ലാം അദ്ദേഹം അടക്കി വെച്ച് ഞാൻ മത്സരിക്കാനില്ല, കാരണം ഈ ഗുണ്ടായിസം കാണിക്കാതെ ജയിക്കുവാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പിന്മാറി. അതിനു മുൻപ് അദ്ദേഹം ഈ അജയ് പാൽ ശർമ്മയെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഇത്തരത്തിലുള്ള ഗുണ്ടായുസങ്ങൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശ്രമങ്ങൾ അവിടെ നടത്തരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഞാൻ പുഷ്പയാണ്, ഞാൻ അടങ്ങില്ല എന്നൊക്കെ വലിയ വീരവാദമൊക്കെ അടിച്ചിരുന്നു. എന്നാലും ഇപ്പോൾ പുഷ്പയുടെ ഗ്യാസ് ഔട്ട് എന്നാണ് ട്രോളന്മാർ പറയുന്നത്, നോർത്ത് ഇന്ത്യയിലെ ട്രോളന്മാർ പറയുന്നത്. പുഷ്പ എന്തായാലും പുഷ്പിച്ചു, ഒതുങ്ങി. ഈ പുഷ്പയല്ല പ്രശ്നം, ഈ ജഹാംഗീർ ഖാൻ അല്ല പ്രശ്നം. ഈ ജഹാംഗീർ ഖാൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജിഹാദി മനോഭാവത്തോടു കൂടി ഫാൽത്തയിൽ പ്രവർത്തിച്ചിരുന്നത്? അത് ഷെയ്ഖ് ഷാജഹാൻ്റെ തണലിലായിരുന്നു, തീർച്ചയായിട്ടുമാണ്. പക്ഷേ ഷെയ്ഖ് ഷാജഹാൻ ആരുടെ തണലിലായിരുന്നു? അഭിഷേക് ബാനർജിയുടെ തണലിലായിരുന്നു. കാരണം ഈ ഫാൽത്ത എന്ന് പറയുന്ന നിയോജക മണ്ഡലം ഡയമണ്ട് ഹാർബർ എന്നൊരു വലിയ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ്. ആ നിയമസഭാ മണ്ഡലങ്ങൾ ഡയമണ്ട് ഹാർബർ എന്ന് തന്നെ പേരുള്ളൊരു നിയോജക മണ്ഡലമുണ്ട്, ഫാൽത്തയുണ്ട്, സദ്ഗാച്ചിയ, ബിഷ്ണുപൂർ, മഹേഷ് തല, ബഡ്ജ്, മേത്തിയ ബറൂസ്. ഈ 7 നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് ഈ ഫാൽത്ത. ഇവിടുത്തെ എല്ലാം ഭരണം, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഭരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, ഒരു രാജഭരണം നടത്തിക്കൊണ്ടിരുന്നത് മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയായിരുന്നു. അതിനെ അവർ അഹങ്കാരപൂർവ്വം ഡയമണ്ട് ഹാർബർ മോഡൽ എന്ന് വിളിച്ചിരുന്നു. ഈ ഫാൽത്തയിൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചപ്പോൾ അഭിഷേക് ബാനർജി ട്വിറ്ററിലൂടെ കേന്ദ്ര സർക്കാരിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഭാരതത്തിൻ്റെ ഭരണഘടനാ സംവിധാനത്തെ മൊത്തമാകെയും തന്നെ വെല്ലുവിളിച്ചിരുന്നു. ഇത് ഡയമണ്ട് ഹാർബർ മോഡലാണ്, നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഇതിൻ്റെ ഒരു കല്ല് പോലും ഇളക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും എല്ലാം അവരുടെ പദവികൾ രാജിവെച്ച് BJPയുടെ
മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെല്ലാം അവരുടെ പദവികൾ രാജിവെച്ച് വന്ന് ഫാൽത്തയിൽ മത്സരിച്ചു നോക്കൂ, നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കില്ല എന്ന അഹങ്കാരപൂർവ്വം തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള രാഷ്ട്രീയ സജീവെന്ന് പറയും അതിന്, അതായത് ആ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ചെയർപേഴ്സൺ മമതാ ബാനർജിയാണ്. അതിന് താഴെയുള്ള പ്രസിഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, രാഷ്ട്രീയ സജീവെന്നാണ് അവർ പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ളൊരു വ്യാഖ്യാനം അവർ തന്നെ നാഷണൽ പ്രസിഡൻ്റ് എന്നോ മറ്റോ നൽകിയിട്ടുണ്ട്. ആയ അഭിഷേക് ബാനർജി വെല്ലുവിളിയായി തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തുവാനുള്ള തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത അവസരത്തിൽ നടത്തിയിരുന്നു. ഇന്ന് അഭിഷേക് ബാനർജിയും അപ്രത്യക്ഷനാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. കൃത്യമായിട്ട് ഗുണ്ടായിസം കാണിച്ചോ ജിഹാദിസം നടപ്പാക്കിയോ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അല്ലാതെ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കില്ല എന്ന് അഭിഷേക് ബാനർജിക്ക് കൃത്യമായിട്ടറിയാം. അഭിഷേക് ബാനർജിക്കറിയാം, മമതാ ബാനർജിക്കറിയാം. ഇന്ന് പുറത്തിറങ്ങിയാൽ അടി പാഴ്സലായിട്ട് കിട്ടുമെന്ന് നമ്മുടെ ഒരു ഗ്രാമ്യ പ്രയോഗമുണ്ടല്ലോ, അതാണ് അവസ്ഥ. അഭിഷേക് ബാനർജിയുടെ മേൽ കേസുകൾക്ക് മേൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ഒരു കഴിഞ്ഞ 15 വർഷങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ ഡയമണ്ട് ഹാർബർ മോഡൽ എന്നവർ അഹങ്കാരത്തോടു കൂടി പറയുന്ന ഈ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഇതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് 2024, 2014, 2019, 2024 ഈ 3 തിരഞ്ഞെടുപ്പുകളിലും അഭിഷേക് ബാനർജി ആയിരുന്നു ഈ ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിലെ MP ആയി ജയിച്ചു വന്നത്. അതിൽ തന്നെ 2024 7,10,000 മേൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോട്, 7,10,000 മേൽ വോട്ടുകളല്ല, ഭൂരിപക്ഷം മാത്രം 7,10,000 മേലുണ്ടായിരുന്നു അഭിഷേക് ബാനർജി. ആ ഭൂരിപക്ഷം എങ്ങനെ ലഭിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരമാണ് ഈ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുവാൻ, ഈ ഫാൽത്തയിലെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ. BJPയുടെയും എല്ലാം ചിഹ്നങ്ങളുടെ മേൽ സെലോ ടേപ്പ് ഒട്ടിച്ച് മറയ്ക്കുക, ആ ബട്ടണുകളിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി BJPക്ക് വോട്ട് ചെയ്തവരെ കണ്ടുപിടിച്ച് അവരെ മർദ്ദിക്കുക, കൊലപ്പെടുത്തുക, ആ ഭീഷണി നടപ്പാക്കുക. അവർക്കൊരു ഈ ഡെത്ത് കിറ്റ് എന്നവിടെ കുപ്രസിദ്ധമായൊരു കിറ്റുകളുണ്ട്. നമ്മുടെ കാരണഭൂതൻ കൊടുത്തിരുന്ന കിറ്റുകൾ പോലെ തന്നെ കുറച്ചുകൂടി ഭയാനകമായിട്ടുള്ളൊരു കിറ്റ്. വെള്ള സാരിയും മരണാനന്തര കർമ്മങ്ങൾക്ക് ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും, പൂക്കൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളും ചേർത്തൊരു കിറ്റ് എല്ലാ BJP കാര്യകർത്താക്കളുടെയും വീടുകളിൽ ഇവരെത്തിച്ചിരുന്നു. BJPക്ക് വോട്ട് ചെയ്യുമെന്ന് സംശയിക്കുന്ന സമ്മതിദായകരുടെ വീടുകളിലും എത്തിച്ചിരുന്നു. സന്ദേശം വളരെ വ്യക്തമായിരുന്നു. നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ, BJPക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ വിധവകളാകും. വിധവകളായ സ്ത്രീകളെ ഷെയ്ഖ് ഷാജഹാനും ജഹാംഗീർ ഖാനും അതുപോലുള്ള ജിഹാദികൾ ചൂഷണം ചെയ്യുകയും ചെയ്യും. ഇതായിരുന്നു ആ സന്ദേശം. ഇതായിരുന്നു അഭിഷേക് ബാനർജിയുടെ ഡയമണ്ട് ഹാർബർ മോഡൽ. ഈ ഡയമണ്ട് ഹാർബർ മോഡൽ എന്തായാലും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു എന്ന് തന്നെ വേണം കരുതുവാൻ. ഇപ്പോൾ അഭിഷേക് ബാനർജിയും ഒളിവിലാണ്, പുഷ്പയെന്ന് സ്വയം വിശേഷിപ്പിച്ച ജഹാംഗീർ ഖാൻ എന്ന ജിഹാദിയും ഒളിവിലാണ്, ഷെയ്ഖ് ഷാജഹാൻ നേരത്തെ ജയിലിലാണ്. ഇനി മിക്കവാറും ജയിലിനുള്ളിൽ തന്നെ ജഹാംഗീർ ഖാൻ്റെയും അഭിഷേക് ബാനർജിയുടെയും ശിഷ്ടകാലം ചിലവഴിച്ച് തീർക്കേണ്ടി വരും. അവർക്ക് മമതാ ബാനർജിയുടെ കാര്യത്തിൽ തൽക്കാലം നിയമ നടപടികളൊന്നും അവർക്ക് നേരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അവരുടെ അഭിഭാഷക സ്ഥാനം ഉൾപ്പെടെ അതിൻ്റെ ലൈസൻസിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കുൾപ്പെടെ അവർ മറുപടി നൽകിയേ മതിയാകൂ. 15 വർഷങ്ങളായി പശ്ചിമ ബംഗാളിനെ ഒരു ഇരുണ്ട കാലത്തേക്ക്, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഗോത്രമതത്തിൻ്റെ കൈകളിലേക്ക്, ആ ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് തള്ളിവിട്ട പശ്ചിമ ബംഗാളിനെ മുഴുവനായി, അതായത് അമര സുവർണ ബംഗാളെന്ന് അഭിമാനപൂർവ്വം ഭാരതീയർ പറഞ്ഞിരുന്ന 18ാം നൂറ്റാണ്ട് വരെയെങ്കിലും, അല്ലെങ്കിൽ 17ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയെങ്കിലും, 18ാം നൂറ്റാണ്ടില്ല 17ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയെങ്കിലും ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്ന പശ്ചിമ ബംഗാളിനെ ഇത്തരത്തിലൊരു ഗോത്ര കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ കണക്കുകൾ മമതാ ബാനർജിയും അവരുടെ അനുയായികളും, പ്രത്യേകിച്ച് അനന്തരവനായ അഭിഷേക് ബാനർജിയെപ്പോലുള്ളവരും പറഞ്ഞേ മതിയാകൂ എന്നാണ് കാലം പറയുന്നത്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് സുവേന്ദു അധികാരിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആരോഹണം. എന്തായാലും ഫാൽത്തയിലെ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 24-ാം തീയതിയാണ് ഫലപ്രഖ്യാപനം. ഫലപ്രഖ്യാപനത്തിനെക്കുറിച്ച് വലിയ സംശയമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഒരു അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. CPIM-ഉം കോൺഗ്രസും ഒക്കെ പറയുന്നത് ഒരു ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. BJPയും CPIM-ഉം കോൺഗ്രസും തമ്മിൽ. അത്ഭുതങ്ങൾ സംഭവിക്കാം, തിരഞ്ഞെടുപ്പാണ്.
ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയും അതാണ്. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ BJP തന്നെയാണ് അവിടെ ജയിക്കേണ്ടത്. തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്ത് നിന്നില്ല. ഇനി ഒരു രസകരമായ കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ ത്രികോണ മത്സരമെന്ന് അവകാശപ്പെടുന്ന CPIM-ഉം കോൺഗ്രസും പലപ്പോഴും അവിടെ അവരുടെ നാമനിർദ്ദേശ ഒരു പത്രിക പോലും സമർപ്പിക്കുവാൻ സാധ്യമാകാതെ നക്ഷത്രക്കാലെണ്ണീയിട്ടുണ്ട് അവരുടെ ഒരു സാമാജികർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ. ഇതിനു മുൻപ് BJP ഭരണത്തിലുള്ളതുകൊണ്ട് കൃത്യമായി തന്നെ അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനും തിരഞ്ഞെടുപ്പിനെ നേരിടുവാനും പ്രചരണം സ്വതന്ത്രമായി നടത്തുവാനും അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കിരീടം സിനിമയിൽ മോഹൻലാലിൻ്റെ പുറകെ കൊച്ചിൻ ഹനീഫ നടക്കുമല്ലോ, അതുപോലെ BJP എന്ന മോഹൻലാലിൻ്റെ പിന്നാലെ കൊച്ചിൻ ഹനീഫയായി നടക്കുകയാണ് CPIM-ഉം കോൺഗ്രസും ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ. അതും ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിത മാത്രമാണ്. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.